വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്കായിരിക്കും അല്പസമയം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 13 തൊട്ട് 18 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 13 തൊട്ട് 18 വരെയുള്ള വേദഭാഗങ്ങൾ. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവുമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ അല്പം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മെസ്സേജ് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഈ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനവും തമ്മിലുള്ള അന്തരം, വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. സ്തോത്രം. അറിവ് ഉണ്ട്, ജ്ഞാനവും ഉണ്ട്, നോളജ് ഉണ്ട്, വിസ്ഡം ഉണ്ട്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ഇൻഫോർമേഷനാണ്. റീഡിങ്ങിലൂടെ, കേൾക്കുന്നതിലൂടെ, ക്ലാസ്സിലിരുന്ന് ഒക്കെ അക്വയർ ചെയ്യുന്ന എല്ലാം നോളജാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിസ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് വിസ്ഡം. അതായത് നമ്മുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും, ഓരോ സാഹചര്യത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് വിസ്ഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇവിടെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഉയരത്തിൽ നിന്ന് ലഭിച്ച, ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു വിസ്ഡം ഉണ്ട്. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ നിന്ന് നേടുന്ന വിസ്ഡവും ഉണ്ട്. സ്തോത്രം. ഇത് തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആർ? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. സ്തോത്രം. ഇപ്പൊ ജ്ഞാനി ആര്, വിവേകി ആര്? ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ ആ ജ്ഞാനം എന്ത് ചെയ്യണം? കാണിക്കട്ടെ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രവൃത്തിയിൽ ആ ജ്ഞാനം വെളിപ്പെടുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ഈ ലോകത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ 14-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അതുള്ളവരുടെ ഹൃദയത്തിനകത്ത് അഹങ്കാരം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, കയ്പുള്ള ഈർഷ്യ, ശാഠ്യവും ഉണ്ടാകും. അങ്ങനെയുള്ള ജ്ഞാനം ഉയരത്തിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ആ ജ്ഞാനത്തെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാവർത്തിക പദത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സൗമ്യത വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്നുള്ള ഭൗമികമായ, പ്രാകൃതമായ, പൈശാചികമായ ആ ജ്ഞാനം ഒരുവന്റെ ജീവിതത്തിനകത്ത് നിറയുമ്പോൾ, ഹല്ലേലൂയ, അവനിൽ അഹങ്കാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ഇവിടെ ശക്തമായി
വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അല്പം ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനവും ഈ ഭൂമിയിൽ നിന്നുള്ള ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. ചില വേദഭാഗങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 1 തൊട്ട് ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക. നമുക്കിപ്പോ കാര്യം മനസ്സിലായല്ലോ. ബാബേൽ ഹല്ലേലൂയ ഗോപുരത്തെ കുറിച്ചാണ് പറയുന്നത്. ജനമെല്ലാം ഒരുമിച്ച് കൂടി ഇഷ്ടിക ഉണ്ടാക്കിയിട്ട് അവര് പറയുക, നമുക്ക് ഇനി ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പട്ടണം പണിയാം. ഒരു വലിയ ഗോപുരം, ഇവിടം വരിക സ്വർഗത്തോളം എത്തുന്ന ഗോപുരം. പ്രൈസലോ. ഈ ജ്ഞാനം എവിടെ നിന്ന് അവർക്കുണ്ടായത്? ഇത് ലോകത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഈ ലോകത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാശമാണ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? അവരുടെ ഭാഷയെ കലക്കി കളഞ്ഞ് അവരുടെ പണി അവസാനിപ്പിച്ച് അവര് ചിതറപ്പെടുവാൻ ഇടവന്നു. കലക്കം എന്നാണ് ബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നമുക്കറിയാം. പ്രൈസലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ലോകത്തിലെ ജ്ഞാനപ്രകാരം ചിലരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പട്ടണം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക, ഒരു ഗോപുരം പണിയാൻ വേണ്ടി ആഗ്രഹിക്കുക. അവരുടെ ആഗ്രഹം എന്താണ്? ഞങ്ങൾ ഇങ്ങനെ പണിത് എവിടം വരെ എത്തും? സ്വർഗം വരെ എത്തും എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നാൽ സർവശക്തനായ ദൈവം എന്ത് ചെയ്യുകയാണ്? ആ ജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ലോകപ്രകാരം അക്വയർ ചെയ്ത അറിവുകൾ വെച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രൈസലോ ഇന്ന് അനേക സയന്റിസ്റ്റുകളുണ്ട്. പല കാര്യങ്ങൾ അവർ ലോകത്തിൽ കണ്ടുപിടിക്കുന്നു. അതെല്ലാം നമുക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളുണ്ട്. പ്രൈസലോ. എന്നാൽ അവരോടൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസലോ ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് അവരെന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല കണ്ടുപിടുത്തങ്ങളുടെ അവസാനത്തെങ്കിൽ അവര് തിരിച്ചൊരു കാര്യം പറയുന്ന ഒരു കാര്യമുണ്ട്: സർവശക്തനായ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം അനേക സയന്റിസ്റ്റുമാര് വർഷങ്ങൾ അവര് പ്രവർത്തിച്ചിട്ട് അവസാനം തിരിഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട്: ഇതിനെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വളരെ ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ തന്റെ മാനുഷിക ബുദ്ധിക്കകത്ത് ഉരുത്തിരിയുന്ന ചിന്താഗതികൾ കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുവാൻ ശ്രമിക്കുമ്പോ ഹല്ലേലൂയ അതെല്ലാം പോഷത്വമായി തീരുമ്പോ ഹല്ലേലൂയ നമുക്ക് ആവശ്യം ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധമാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 12-ാമത്തെ അധ്യായം അതിന്റെ 10 മുതലുള്ള വേദഭാഗങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 10 തൊട്ട്. പ്രൈസലോ. ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എന്റെ സഹോദരി എന്ന് പറയണം. നമുക്കറിയാവുന്ന ഭാഗമാണ്. കനാനില് ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം തന്റെ കുടുംബവുമായിട്ട് മുമ്പോട്ട് കടന്നു പോകുകയാണ്. പ്രൈസലോ. മാനുഷികമായിട്ടുള്ള ബുദ്ധിയില് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ മുമ്പിൽ സംഭവിച്ച വിപത്ത് എന്താണെന്ന് അവിടെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസലോ. അപ്പൊ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാനുഷിക ബുദ്ധി കൊണ്ട്, മാനുഷികമായ അറിവുകൾ കൊണ്ട്, നമ്മൾ വായിച്ചത് പഠിച്ചത് കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ട് കടന്നു പോകാം. എന്നാൽ ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ അറിവുകൾ കൊണ്ട് സാധ്യമല്ല. മറിച്ച് നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ആവശ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? അതിന്റെ പ്രത്യേകത അത് ഭൗമികമാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അത് പ്രാകൃതമാണ്, അത് പൈശാചികമാണ്. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പൈശാചികം എന്നുള്ള വാക്ക് മാത്രം ഒന്ന് എടുത്തു നോക്കിക്കേ. സർവശക്തനായ ദൈവം പറയുന്നു ഹല്ലേലൂയ
ആമേൻ. ഏദൻ തോട്ടത്തിനകത്ത് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. എന്നാൽ പിശാച് കടന്നു വന്ന് സംസാരിക്കുകയാണ്, ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആ പൈശാചികമായ ജ്ഞാനത്തിന് മനുഷ്യൻ കീഴ്പ്പെട്ടത് കൊണ്ട് ഹല്ലേലൂയ ആമേൻ മാനവജാതി മുഴുവൻ പാപത്തിന്റെ അധീനതയിലേക്ക് വീണു പോകുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ ഭൗമികമായ ജ്ഞാനമുണ്ട്, പ്രാകൃതമായ ജ്ഞാനമുണ്ട്, പൈശാചികമായ ജ്ഞാനമുണ്ട്. ആമേൻ. അത് ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന ജ്ഞാനമാണ്. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന ജ്ഞാനം ആമേൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ആമേൻ, കൈപ്പുള്ള ഈർഷ്യ ഉണ്ടാകുന്നു, ഷാഠ്യമുണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് 16-ാമത്തെ വാക്യം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈർഷ്യയും ഷാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവർത്തികളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഈർഷ്യ ഉണ്ടാകുന്നു, ആമേൻ, കലക്കമുണ്ടാകുന്നു, ഷാഠ്യമുണ്ടാകുന്നു, ദുഷ്പ്രവർത്തികൾ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലോകപ്രകാരം ലഭിച്ച അറിവുകള് നമ്മളെ സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എന്റെ സ്വയമാണ് എനിക്ക് പ്രശ്നം, അങ്ങനെയാണെങ്കിൽ എന്നിൽ ഉണ്ടാകുന്നത് ഷാഠ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെയുള്ള ഷാഠ്യം ആമേൻ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ എന്തുണ്ടാകും? കലക്കമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എവിടെ കലക്കമുണ്ടോ അവിടെ ദുഷ്പ്രവർത്തികൾ വെളിപ്പെടുവാൻ ഇടവരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമ്മൾ സ്വയകേന്ദ്രീകൃതമായി പോകുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, സ്വയത്തിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ, ആമേൻ, പലതിലും വിട്ടുവീഴ്ച നമ്മൾ ചെയ്യത്തില്ല, നമ്മൾ ഷാഠ്യമുണ്ടാകും. ഹല്ലേലൂയ. ഷാഠ്യമുണ്ടാകുമ്പോൾ, ആമേൻ, ഇവിടെ ആമേൻ 100 പേര് ഇരിക്കുന്നുവെങ്കിൽ 100 പേര് സ്വയകേന്ദ്രീകൃതമായി ചിന്തിച്ചുകൊണ്ട് ലോകപ്രകാരമുള്ള ആശയങ്ങൾ കൊണ്ട്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്കൊരു ഷാഠ്യമുള്ള സ്വഭാവമുണ്ടെന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ലാത്തതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ഷാഠ്യമുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്താണ്? ഇതിന്റെ അകത്തളങ്ങളിൽ കലക്കമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കലക്കമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ദുഷ്പ്രവർത്തിയിലേക്ക് തിരിയും. തെറ്റായിട്ടുള്ള പ്രവർത്തികളിലൂടെ ആമേൻ തങ്ങളുടെ കാര്യം നിറവേറ്റി എടുക്കുവാൻ വേണ്ടി പല നിലകളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമക്കളോട് വചനത്തിന് ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വേണ്ടത് ഉയരത്തിൽ നിന്നുള്ള സ്വർഗീയമായ ജ്ഞാനമാണ്, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ സന്തോഷകരമായി സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ട്, അതിനെക്കുറിച്ച് വചനം പറയുന്നു, ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എനിക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് എങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. വചനം ഇങ്ങനെ പറയും, നിങ്ങൾ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആരാണ് നമ്മുടെ ജ്ഞാനം? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവാണ് നമ്മുടെ ജ്ഞാനം എന്നാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ആമേൻ ചിന്തിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളോ അവനാൽ എവിടെ ഇരിക്കുകയാണ്? ക്രിസ്തുയേശു ഇരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുയേശുവിലാണ് ഇരിക്കുന്നത്. ആ കർത്താവ് നമുക്ക് ദൈവത്തിൽ നിന്ന് ആരാണ്? ജ്ഞാനമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ യാക്കോബിന്റെ ലേഖനം 1:5 ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് എന്ത് ചെയ്യണം? യാചിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവിക ജ്ഞാനം എങ്ങനെയാ ലഭിക്കുന്നത്?
അത് യേശു ക്രിസ്തുവിലാ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആമേൻ, ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ ജ്ഞാനത്തെ ദൈവം നമുക്ക് എന്ത് ചെയ്തു? നൽകി തരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2 തിമോത്തിയോസിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 3:14. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ മതിയായ തിരുവെഴുത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം തരുന്നത്, ആമേൻ, ആരാണ്? ദൈവത്തിന്റെ വചനമാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ട്, അത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ജ്ഞാനം ആരാ തരുന്നത്? അത് ക്രിസ്തുവാണ് നമുക്ക് തരുന്നത്. 2, ദൈവത്തിന്റെ വചനമാണ് ആ ജ്ഞാനം നമുക്ക് നൽകി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. 3, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള ആ ജ്ഞാനത്തെ പ്രാപിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവഹിതം എന്താണെന്ന് യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. ആമേൻ. ആ ഹിതപ്രകാരം തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് നമ്മൾ ഇതിനു മുമ്പ് വളരെ വ്യക്തമായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ആമേൻ, ദൈവിക ജ്ഞാനം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് എഫേസ്യ ലേഖനം 1:17. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 1:17. സ്തോത്രം. മതി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവന് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തില് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെയും ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആരാ ജ്ഞാനം തരുന്നത്? ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള ജ്ഞാനത്തെ നൽകി തന്ന് ആത്മീയ ജീവിതത്തെ നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്ര പേർക്ക് മനസ്സിലാകുന്നു. 1, യേശു കർത്താവാണ്. ഹല്ലേലൂയ. 2, വചനമാണ്. 3, പ്രാർത്ഥനയാണ്. 4, പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് ഹൃദയമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് ഉയരത്തിൽ നിന്നുള്ള ഈ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? പ്രൈസ് ദി ലോർഡ്. അതോ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുന്നത് ലോകപ്രകാരം നമ്മൾ നേടിയ പരിചയങ്ങൾക്ക് അടിസ്ഥാനത്തിലാണോ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ആത്മീയ ജീവിതത്തിൽ പരിചയങ്ങൾ ഉള്ളവരുണ്ട്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത്, പാരമ്പര്യമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഹല്ലേലൂയ. പരിചയങ്ങളല്ല, മറിച്ച് ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്റെ രക്ഷകനും കർത്താവുമാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ആമേൻ എന്റെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ദൈവത്തിന്റെ വചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനമാണ് നമുക്ക് മാർഗദർശി. ഹല്ലേലൂയ. ആ വചനത്തിന്റെ വെളിപ്പാട് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതം ആമേൻ ദൈവഹിതപ്രകാരമായി മുന്നോട്ട് കടന്നു പോകത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി 100 പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി, ആമേൻ. ദൈവസന്നിധി നമ്മൾ മുട്ടുമടക്കിയിട്ട് എത്ര ദിവസമായി? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് ശക്തീകരിക്കണമെന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുക നമ്മുടെ അകത്തളങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്നോടൊന്ന് സംസാരിക്കണമേ, ഞാൻ കേൾക്കാൻ തയ്യാറാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് ദൈവസന്നിധി പറയുവാൻ തയ്യാറാകുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്താലാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ പിതാവ് ആരാണ്? സ്വർഗസ്ഥനായ സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3:20 വായിക്കാമോ? സ്തോത്രം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വം എവിടെയാ? സ്വർഗത്തിൽ.
മത്തായിയുടെ സുവിശേഷം 6:19 വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 6:9. സ്തോത്രം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 6:19 കൂടെ, മത്തായി 6:19. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. ദൈവത്തിന്റെ വചനം പറയുക, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം വേണ്ടത്? സ്തോത്രം. കാരണം നമ്മൾ ആരാണ്? ഈ ലോകത്തിന് വേണ്ടിയുള്ളവരാണോ? ആമേൻ. ദൈവത്തിന്റെ വചനം എന്നാ പറയുന്നത്? നമ്മൾ ഇവിടുത്തെ പൗരന്മാരല്ല, സ്വർഗീയ പൗരന്മാരാ. ഹല്ലേലൂയ. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ആ സ്വർഗത്തിൽ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി? ഹല്ലേലൂയ. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തില്, നമ്മൾ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തില്, ആമേ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പിതാവ് സ്വർഗത്തില്, ആമേ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പൗരത്വ സ്വർഗത്തില്, നമ്മുടെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ സ്വർഗത്തില്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ലോകം തരുന്ന ജ്ഞാനം കൊണ്ട് ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുമോ ദൈവമക്കളെ? ഇല്ല, ഇല്ല എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആമേൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും, ശാന്തതയും അനുസരണവും ഉള്ളതും, കരുണയും സൽഫലവും നിറഞ്ഞതും, പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ആമേൻ. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത് നമ്മൾ ആദ്യം പറഞ്ഞു, അത് സൗമ്യതയെ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് 13-ാമത്തെ വാക്യത്തിലുണ്ട്. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത അത് നിർമ്മലമാണ്, പിന്നെ സമാധാനമാണ്, അത് ശാന്തതയാണ്, അനുസരണയുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ശണ്ഠയാണ്, അത് കലഹമാണ്, അത് ദുഷ്പ്രവൃത്തിയാണ്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താ? അത് സമാധാനമാണ്. ഹല്ലേലൂയ. അത് അനുസരണയുള്ളതാണ്, അത് വിട്ടുവീഴ്ച മനോഭാവമുള്ളതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആ ജ്ഞാന ക്രിസ്തുവിലൂടെ, ആമേ പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിലൂടെ, ആമേ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ നമ്മൾ ഓരോ ദിവസവും പ്രാപിക്കുന്ന ആ ഉയരത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ ജീവിതത്തിനകത്ത് തരുന്നത് സൗമ്യതയാ, സമാധാനമാ, ആമേ വിട്ടുവീഴ്ച, അനുസരണമാ. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേ പലപ്പോഴും ഹൃദയ സംഘർഷഭരിതമായി തീരുമ്പോ, പല മേഖലകളിലും ശാഠ്യത്തോടെ നമ്മൾ മാറി നിൽക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആത്മീയ ജീവിതത്തിന്റെ ആമേ സകല അനുഗ്രഹങ്ങളും പ്രാപിക്കുക ദൈവമക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തിന്റെ ജ്ഞാനത്തിലേക്ക് വീണുപോകാതെ, ആ ശാഠ്യത്തിലേക്ക്, കലഹത്തിലേക്ക് വീണുപോകാതെ, ഇന്ന് പകൽക്കാലം ഉയരത്തിൽ നിന്ന് ആമേൻ ദൈവം തരുന്ന പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ തരുന്ന വെളിപ്പാടുകൾക്കനുസരിച്ച്, ദർശനങ്ങൾക്കനുസരിച്ച്, അനുസരിക്കേണ്ട മേഖലയിൽ അനുസരിച്ച്, സമാധാനം കൈക്കൊള്ളേണ്ട മേഖലയിൽ സമാധാനം കൈക്കൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിടുതലുകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. അത് വിശ്വസിക്കുന്നവർ മാത്രം ആദരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സമാധാനമാണ്, ശാന്തതയാണ്, അനുസരണയാണ്, കരുണയാണ്, സൽഫലം നിറഞ്ഞതാണ്, പക്ഷപാതമില്ല, കപടമില്ലാത്തതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തെ ദൈവഹിതപ്രകാരം ക്രിസ്തുവിനോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളിലേക്ക് പകർന്നു തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലിപ്പം എന്താണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നിലേക്ക് ആ ദൈവത്തിന്റെ ജ്ഞാനം തരുവാൻ കഴിയുന്നത് ആ ക്രിസ്തുവിനാണ്. ഹല്ലേലൂയ. വചനത്തിനാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ കർത്താവിലേക്ക് സമർപ്പിക്കുന്നു, വചനത്തിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ജീവിതം പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. 16-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഈർഷ്യയും ഷാഢ്യവുമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവർത്തിയും ഉണ്ട്. അപ്പൊ ഈ ലോകത്തിൽ നിന്നുള്ള ജ്ഞാനം ഈർഷ്യയും ഷാഠ്യവും ഉണ്ടാക്കും. അവിടെ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ശ്രദ്ധിച്ചേ, കലക്കമാണ്. സ്തോത്രം. 18ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ചിട്ട് എന്താ കൊയ്യുന്നത്? നീതി എന്ന ഫലം. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം പറയുകയാ, ലോകത്തിൽ നിന്നുള്ള ജ്ഞാനം ഷാഢ്യവും ഈർഷ്യവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആമെ പ്രൈസിലോ അത് നിമിത്തം ദുർനടപ്പ് ആമെ കൊണ്ട് എത്തിക്കുമ്പോൾ, ഒരു വലിയ പരാജയത്തിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ, ഒരു വലിയ നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താ? അത് സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ചിട്ട് നീതി എന്ന ഫലം കൊയ്യുന്നതാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം കൊയ്യുന്നതാണ് ഉയരത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ. ആമേൻ. ഹല്ലേലൂയ. ഇന്ദ്രിയജയം, പരോപകാരം, ഇതൊക്കെ നമുക്ക് തിരുവചനത്തിന്റെ അകത്ത് വ്യക്തമായി കാണുവാൻ കഴിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല നമ്മുടെ മധ്യത്തിങ്കൽ ഈർഷ്യയും പിണക്കവുമല്ല, ആമേൻ, ദുർനടപ്പല്ല വേണ്ടത്. മറിച്ച് ഉയരത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചിട്ട് ആമേൻ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് ഹല്ലേലൂയ ആമേൻ ദൈവ സ്നേഹത്തില്, ദൈവിക സമാധാനത്തില് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി കാലഘട്ടത്തിൽ നിൽക്കുവാൻ ഇടവരട്ടെ എന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയോ, അത് വിശ്വസിക്കാൻ കഴിയുന്നവര്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ അല്പസമയം ആദരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവസ്ഥാനത്ത് ആമേൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ലോകത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം, ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാട് വേണം. ആമേൻ. ആ വെളിപ്പാട് എനിക്കിന്ന് പകൽക്കാലം നൽകണമേ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കളെ നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈശാനുമൂലന്റെ സാഹചര്യങ്ങളിലായിരിക്കുന്ന പൗലോസ് കപ്പലിലുള്ളവരോട് പറയുകയാണ്, ഇനി മുമ്പോട്ട് പോയാൽ നമ്മുടെ പ്രാണന് ഹാനി വരും. ആമേൻ. എന്നാൽ അവർ ലോകത്തിന്റെ ജ്ഞാനം, അറിവിലൊക്കെ ആശ്രയിച്ചു മുന്നോട്ട് പോയി ഈശാനുമൂലൻ അടിച്ചു. എല്ലാ പ്രവർത്തികളും സ്വയമായി ചെയ്ത് വിടുവിക്കാൻ വേണ്ടി ആമെ ശ്രമിച്ചു. എന്നാൽ അവസാനത്തേക്ക് എല്ലാ ആശയും നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ വീണ്ടും പൗലോസ് അവിടെ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനം പകരുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് പകരുകയാ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പല മേഖലകളിൽ കാറ്റടിച്ചുകൊണ്ട് ആമേൻ എല്ലാം തകർത്ത് കളയുമെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അതിന്റെ നടുവിൽ കൃപ പ്രാപിച്ച ദൈവ പൈതല് നിരാശപ്പെട്ടു പോകത്തില്ല, ഭയപ്പെട്ടു പോകത്തില്ല, ഭാരപ്പെട്ടു പോകത്തില്ല. അവന്റെ അകത്തളങ്ങൾ ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാടുണ്ട്. ഹല്ലേലൂയ. പൗലോസേ, നീ നിമിത്തം ആമേൻ ആരുടെ പ്രാണന് ഹാനി വരത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത് ലോകത്തിൽ നിന്നുള്ള അറിവല്ല, ജ്ഞാനമല്ല, മറിച്ച് നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ആ വിശ്വം. ഹല്ലേലൂയ. ആമേൻ. ഓരോ ദിവസവും നമ്മുടെ പ്രാവർത്തിക പദത്തിൽ വെളിപ്പെടേണ്ട ദൈവിക ജ്ഞാനം, അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസ്ഥാനത്തിലൂടെ എഴുന്നേറ്റ് നിന്നാട്ടെ. അല്പസമയം കരങ്ങളടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അല്പസമയം എല്ലാവരും ചേർന്ന് ദൈവത്തിന് ഒരു ആരാധന അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവമേ, എന്റെ അകക്കണ്ണൊന്ന് തുറക്കണമേ, ദൈവിക ജ്ഞാനം എനിക്കൊന്ന് പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഏത് പ്രതിസന്ധിയുടെ നടുവിലോ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആമേൻ നിത്യതയെ കുറിച്ചുള്ള ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നൽകുന്ന, പ്രത്യാശയുള്ളവരാക്കി നമ്മളെ തീർക്കുന്ന ആ ദൈവത്തിന്റെ ജ്ഞാനം, ഹല്ലേലൂയ, അത് പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഉയരത്തിലേക്ക് നോക്കാം. അത് ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെടുന്നത്. ആമേൻ. അത് പ്രാർത്ഥനയിലാണ് വെളിപ്പെടുന്നത്, അത് ആത്മാവിന്റെ സഹായത്തോടെ വെളിപ്പെടുന്നത്, അത് വചനത്തിനകത്താ വെളിപ്പെടുന്നത്. അത്യുനാ നിഗമനഗദനഗ ജീവകാ നിഗംധനഗദനഗജാര അത്യുനാ നിഗമനഗദനഗ ജീവകാ നിഗംധനഗദനഗജാര. ഹല്ലേലൂയ. 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 നന്ദിയോടെ 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 നന്ദിയോടെ. ഹല്ലേലൂയ. 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 ബല 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 അകക്കണ്ണ് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. സൗമ്യതയിലേക്ക്, സമാധാനത്തിലേക്ക്, അനുസരണത്തിലേക്ക്,
ആമേൻ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജ്ഞാനത്താൽ ഇന്ന് പകൽക്കാലം നിറയപ്പെടട്ടെ. ഹല്ലേലൂയ.